നിപ കണ്ടെയ്ൻമെന്റ് സോണുകളിലെ ഭക്ഷ്യക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് കരിമ്പുഴ പഞ്ചായത്ത് വിവേചനം കാണിച്ചിട്ടില്ലെന്ന് പ്രസിഡന്റ് കെ.എം. ഹനീഫ. ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും കിറ്റ് നൽകാനാണ് താൻ ആവശ്യപ്പെട്ടതെന്നും പ്രസിഡന്റ് പറഞ്ഞു. നിപ ബാധിച്ച് കുമരംപുത്തൂരിൽ ഒരാൾ മരണപ്പെടുകയും തച്ചനാട്ടുകരയിൽ ഒരാൾക്ക് നിപ സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കരിമ്പുഴ പഞ്ചായത്തിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട 17, 18 വാർഡുകളും പിന്നീട് 4, 6, 7 എന്നീ വാർഡുകളും അടച്ചിട്ടിരുന്നു. ആദ്യം തച്ചനാട്ടുകരയിൽ നിപ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജൂലൈ 10 തന്നെ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കളക്ടർക്കും മറ്റ് ബന്ധപ്പെട്ടവർക്കും കത്ത് നൽകിയിരുന്നു. എന്നാൽ 17, 18 ജനങ്ങൾക്ക് കിറ്റുകൾ ലഭ്യമായിരുന്നില്ല. പിന്നീട് 4, 6, 7 വാർഡുകളിൽ ജനങ്ങൾക്ക് കിറ്റ് നൽകുവാൻ ആവശ്യപ്പെടുകയും MLA ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കിറ്റിനായി ഫണ്ട് പാസാക്കുമെന്നും പറഞ്ഞിരുന്നു. 4, 6, 7 വാർഡുകളിലെ ജനങ്ങൾക്ക് റേഷൻ കടകൾ വഴി കിറ്റുകൾ ലഭ്യമാവുകയും ചെയ്തിരുന്നു. എന്നാൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ അടച്ചപ്പോൾ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള 8, 9, 10 വാർഡുകളിലെ ആളുകളും ഉൾപ്പെട്ടിരുന്നു. വാർഡ് 7-ലെ കുറച്ചുപേർ 3 കിലോമീറ്റർ അപ്പുറത്തായതിനാൽ കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കിറ്റുകൾ നൽകാൻ ഓർഡർ വന്നപ്പോൾ അത് 4, 6, 7 വാർഡുകളിൽ നൽകാനാണ് തീരുമാനിച്ചിരുന്നത്. കണ്ടെയ്ൻമെന്റ് സോണിൽ ഉൾപ്പെട്ട 8, 9, 10 വാർഡുകളിലെ കുറച്ചു വീടുകൾക്ക് കിറ്റ് നൽകാൻ കഴിഞ്ഞില്ല. ഇതിനു പുറമെ കണ്ടെയ്ൻമെന്റ് സോണിൽ പെടാത്ത 7-ാം വാർഡിലെ കുറച്ചു വീടുകൾക്ക് കിറ്റ് ലഭ്യമാവുകയും ചെയ്തു. ഈ സാങ്കേതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു. കിറ്റ് ലഭ്യമാവാത്ത ജനങ്ങൾ പഞ്ചായത്തിനെയും പ്രസിഡന്റിനെയും കുറ്റപ്പെടുത്തുകയാണ്. പ്രസിഡന്റ് എന്ന രീതിയിൽ കിറ്റുകൾ നൽകുവാൻ താൻ കത്തുകൾ അയച്ചിട്ടുണ്ടെന്നും അതിന്റെ രേഖകൾ കൈവശമുണ്ടെന്നും കെ.എം. ഹനീഫ പറഞ്ഞു. 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഭാഗങ്ങളെല്ലാം കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കേണ്ടായി. അങ്ങനെ കണ്ടെയ്ൻമെന്റ് സോണായി തച്ചനാട്ടുകരയിൽ പ്രഖ്യാപിച്ചപ്പോൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 17, 18 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. 13 ദിവസത്തോളം അടച്ചിടുകയും ചെയ്തു. പിന്നീടാണ് കുമരംപുത്തൂരിൽ ഒരു ആൾക്ക് നിപ ബാധിച്ച് മരണപ്പെടുന്നത്. അതിന്റെ ഭാഗമായി 4, 6, 7 എന്നീ വാർഡുകൾ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ അടച്ചിടേണ്ടത്. ആ അടച്ചിട്ട് അന്ന് സമയത്ത് നമ്മൾ അവരെ ഈ അടച്ചിട്ട ആളുകളെല്ലാം തന്നെ അതിനകത്ത് സാധാരണ കൂലി തൊഴിലാളികളാണ്, കൂലിപ്പണിക്ക് പോകുന്ന പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞ് ഈ തച്ചനാട്ടുകര ഉണ്ടായപ്പോൾ തന്നെ 10/7 ഞാൻ കളക്ടർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും സർക്കാരിനുമൊക്കെ അവർക്ക് ഓരോ കിറ്റ്, ഭക്ഷ്യധാന്യ കിറ്റ് നൽകണം എന്ന് പറയണ്ടായി. പക്ഷേ ഈ 17, 18 ആളുകൾക്ക് ആരും തന്നെ കിറ്റ് കൊടുത്തില്ല. പിന്നീട് വന്ന കുമരംപുത്തൂർ ഉണ്ടായതിന് പ്രകാരം വന്ന 4, 6, 7 വാർഡുകൾ, ആ വാർഡുകളിലെ ആളുകൾക്ക് കിറ്റ് കൊടുക്കാൻ വേണ്ടി ഇതേപോലെ ഞാൻ വീണ്ടും അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോൾ അതിന് പ്രകാരം MLA ഇടപെട്ടു. MLA മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഇവർക്ക് ഭക്ഷ്യധാന്യ കിറ്റ് കൊടുക്കുന്നതിന് വേണ്ടി ഫണ്ട് പാസ്സാക്കിയിട്ടുണ്ട് എന്നും അത് അവർക്ക് കൊടുക്കുമെന്നും പറയണ്ടായി. അതിന് പ്രകാരം ഈ 4, 6, 7 വാർഡുകളിലെ ആളുകൾക്ക് റേഷൻ കാർഡ്, റേഷൻ ഷോപ്പ് വഴി റേഷൻ കാർഡിൽ രേഖപ്പെടുത്തിയിട്ട് കിറ്റ് കൊടുത്തു. പക്ഷെ ഇപ്പോൾ ഒരു വൈരുദ്ധ്യം വന്നത് എന്തെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളെ മുഴുവൻ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചപ്പോൾ ആ 3 കിലോമീറ്റർ ചുറ്റളവിൽ 6, 7 വാർഡ് മാത്രമല്ല, അതിൽ 8-ാം വാർഡ്, 9-ാം വാർഡ്, 10-ാം വാർഡ്, ഈ 3 വാർഡ് കൂടെ അതിനകത്ത് വന്നു. അവരെല്ലാം കണ്ടെയ്ൻമെന്റ് സോണിലായിരുന്നു. അവരെല്ലാം തന്നെ 10 ദിവസം അടച്ചിടപ്പെട്ടവരാണ്. പക്ഷേ കിറ്റ് വന്നപ്പോൾ 6, 7, 4 വാർഡുകളിലെ ആളുകൾക്ക് മാത്രമാണ് കിറ്റ് കൊടുത്തത്. അതും പൂർണ്ണമായി കൊടുത്തില്ല. പൂർണ്ണമായി BPLകാർക്ക് മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിൽ പകുതി കൊടുത്തു, പകുതി കൊടുത്തിട്ടില്ല എന്നുള്ള നിലയ്ക്കാണ്. പക്ഷെ ഇപ്പൊ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ 6, 7, 4 വാർഡുകളിലെ ആളുകൾ കിറ്റ് വാങ്ങിയപ്പോൾ അതേ പ്രദേശത്ത് കണ്ടെയ്ൻമെന്റ് സോണിൽ ഉണ്ടായിരുന്ന 8, 9, 10 വാർഡിലെ ആളുകൾക്ക് കിറ്റ് ലഭ്യമായിട്ടില്ല. അപ്പോൾ അവര് പ്രശ്നം ഉണ്ടാക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവര് പറയണം, ഞങ്ങൾ മനുഷ്യന്മാരല്ലേ, ഞങ്ങൾക്ക് കിറ്റ് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള ചോദ്യം. ആ ചോദ്യം വന്നപ്പോൾ രാഷ്ട്രീയപരമായി പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇകഴ്ത്തി കാണിക്കുക എന്ന ഒരു മനോഭാവത്തോടെയാകാം അവർ പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കത്തയക്കാത്തത് കാരണമാണ് എന്നാണ്. പക്ഷെ ഞാൻ 10/7 തന്നെ തച്ചനാട്ടുകരയിൽ ഉണ്ടായപ്പോൾ തന്നെ ഞാൻ കത്തയച്ചതാണ്. അതിന്റെ രേഖകൾ എൻ്റെ കൈവശമുണ്ട്. ഞാനത് പത്രക്കാർക്ക്, മാധ്യമക്കാർ, സുഹൃത്തുക്കൾക്ക് നൽകുകയും ചെയ്യാം. പിന്നെ അതിലും വലിയൊരു വിരോധാഭാസം എന്ന് പറയുന്നത് 7-ാം വാർഡിലെ മുഴുവൻ ആളുകൾക്ക് കൊടുക്കുമ്പോൾ 7-ാം വാർഡിന്റെ ഒരു ഭാഗം കണ്ടെയ്ൻമെന്റ് സോണിന്റെ പുറത്താണ്. അവിടെയുള്ള ആളുകൾക്ക് കൊടുത്തു, കണ്ടെയ്ൻമെന്റ് സോണിലെ 8, 9, 10 വാർഡുകളിൽ കൊടുത്തിട്ടില്ല. ഞാനത് പല ഉദ്യോഗസ്ഥന്മാരുമായും ഒക്കെ സംസാരിച്ചു. സപ്ലൈകോ ഓഫീസർക്ക് ഇവരുടെ 8, 9, 10 ആളുകളുടെ പേരും റേഷൻ കാർഡ് നമ്പർ ഉൾപ്പെടെ ഞാൻ അവർക്ക് കിറ്റ് നൽകണമെന്ന്
അഭ്യർത്ഥിച്ച് അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും അവർക്ക് കിറ്റ് ലഭ്യമായിട്ടില്ല. രാഷ്ട്രീയപരമായി അത് മുതലെടുക്കാൻ നമ്മുടെ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇന്നും രാവിലെ ഞാൻ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കളക്ടറെ വിളിച്ചു, പക്ഷെ എനിക്ക് നേരിൽ കിട്ടിയിട്ടില്ല. MLA വിളിച്ചു. MLA ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിളിച്ചപ്പോൾ MLA പറഞ്ഞത് ഇത് റേഷൻ കട വഴി കൊടുക്കുമ്പോൾ ഏതാണ് അതിന്റെ സോൺ എന്ന് നിശ്ചയിക്കുന്നത് ജില്ലാ കളക്ടറാണ് എന്നാണ്. ആ ജില്ലാ കളക്ടർ നിശ്ചയിച്ചെടുത്ത പാകപ്പഴമാണ് എന്നാണ് പറയുന്നത്. ഭക്ഷ്യക്കിറ്റ് വിതരണത്തിലെ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. എന്നാൽ കിറ്റുകൾ അർഹരായവരുടെ കൈകളിൽ എത്തിയില്ല എന്നതാണ് വാസ്തവം. MLAയുമായി നടത്തിയ ചർച്ചയിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന കിറ്റുകൾ ജില്ലാ കളക്ടറുടെ തീരുമാനപ്രകാരമാണ് സോണുകളിൽ എത്തുന്നതെന്നാണ് പറഞ്ഞത്. അവിടെയുണ്ടായ പാകപ്പിഴവാകാം ഇതിന് കാരണമെന്നും KM ഹനീഫ ചൂണ്ടിക്കാട്ടി. കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.